ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസ് ചർച്ചയാക്കിയുള്ള പ്രചാരണം ശക്തമാക്കുകയാണ് UDF. രണ്ടാം ഘട്ടത്തിൽ മണ്ഡലത്തിൽ പ്രത്യേക ക്യാമ്പയിൻ സംഘടിപ്പിക്കാനാണ് UDFന്റെ തീരുമാനം. കമ്മ്യൂണിസ്റ്റ് പോരാട്ടങ്ങളുടെ പാരമ്പര്യമുള്ള വടകരയിൽ തുടർച്ചയായി 3 തവണ UDF വിജയിച്ചതിനു പിന്നിൽ ടി.പി. എന്നൊരു സാന്നിധ്യമുണ്ട്. 2009 സ്വതന്ത്രനായി മത്സരിച്ച് 20,000-ലേറെ വോട്ട് നേടി LDF പരാജയത്തിൽ നിർണായക പങ്കുവഹിച്ചുവെങ്കിൽ 2014-ലും 2019-ലും ടി.പി. അദൃശ്യ സാന്നിധ്യമായി. വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ടി.പി. കൊലപാതകം തന്നെയാണ് മുഖ്യ പ്രചാരണായുധമെന്നത് UDF ഇതിനകം വ്യക്തമാക്കി കഴിഞ്ഞു. പല മാധ്യമങ്ങളുടെയും ഇന്റർവ്യൂവിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്നാണ്, ഈ തെരഞ്ഞെടുപ്പിലും നിങ്ങൾ ടി.പി. കേസ് പറയൂ. ഞാൻ അവരോടൊരു ചെറിയ തിരുത്ത് മാത്രമേ ഞാൻ അതിനകത്ത് വരുത്തിയുള്ളൂ. ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യം, ആ തെരഞ്ഞെടുപ്പ് എന്നുള്ള വാചകം അതിന്ന് മാറ്റി നിർത്തുക. ഞങ്ങൾ ടി.പി. കേസ് ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ ടി.പി. കേസ് ഇന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഞങ്ങൾ ടി.പി. കേസ് നാളെയും പറയും എന്ന കാര്യത്തിന് ഒരു സംശയവും വേണ്ട എന്ന് പറഞ്ഞു. എന്നാൽ ഞങ്ങളുടെ അതിനകത്ത് സ്റ്റാൻഡ് 1 അല്ല 2 അല്ല 3 അല്ല, തെരഞ്ഞെടുപ്പിൽ ജയമല്ല തോൽവിയല്ല, നാളെ മത്സരിക്കാൻ തന്നെ പറ്റാതായാലും പറയേണ്ടടുത്ത് അത് പറയും എന്നുള്ള കാര്യത്തിന് ഒരു സംശയവും വേണ്ട. ടി.പി. കേസ് കേരളത്തോട് പറയുന്നതെന്ന പേരിൽ വടകരയിൽ നടത്തിയ പൊതുയോഗം ക്യാമ്പയിന്റെ തുടക്കമാണ്. ഈ തരത്തിൽ മണ്ഡലത്തിലാകെ പരിപാടികൾ സംഘടിപ്പിക്കും. പ്രചാരണത്തെ ഇടതുമുന്നണി എങ്ങനെ പ്രതിരോധിക്കുമെന്നതാണ് ഇനി അറിയേണ്ടത്. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.